ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ലീഡർഷിപ്പ് സ്റ്റൈൽസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എങ്ങനെയാണ് നിങ്ങളുടെ ലീഡർഷിപ്പ് സ്റ്റൈൽ നിങ്ങളൊരു ഓർഗനൈസേഷൻ തുടങ്ങുമ്പോൾ ഉണ്ടാകേണ്ടത്, പിന്നെ അത് പ്രോഗ്രസ് ചെയ്യുമ്പോൾ മാറി മാറി വരേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആണ്. ഏകദേശം 7 സ്റ്റെപ്പുകളിലൂടെ നിങ്ങളുടെ ഓർഗനൈസേഷൻ ലീഡർഷിപ്പ് സ്റ്റൈൽ മാറ്റിക്കൊണ്ടുവരാവുന്നതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതെനിക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മോഡലായിട്ട് തോന്നിയത് കൊണ്ടാണ് ഈ മോഡൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കേണ്ട ഒരു സ്റ്റൈലും അത് നിങ്ങൾ കുറച്ച് നല്ല രീതിയിൽ ടീം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരിക്കേണ്ട സ്റ്റൈലും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തെ ശൈലി പറയുന്നത്, നിങ്ങൾ ചിലപ്പോൾ 1-2 ആളുകളെയൊക്കെ ആദ്യം റിക്രൂട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. നിങ്ങളുടെ കയ്യിലായിരിക്കും മൊത്തം വിഷൻ ഇരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഓർഗനൈസേഷൻ പോകേണ്ടത് എന്നുള്ള ധാരണ നിങ്ങളുടെ കയ്യിലായിരിക്കും. ഈ കൾച്ചറും അവർക്ക് അറിയുന്നുണ്ടാവില്ല. ഓർഗനൈസേഷൻ്റെ കൾച്ചറൊക്കെ ഫോം ചെയ്ത് വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട ലീഡർഷിപ്പ് സ്റ്റൈൽ സത്യം പറഞ്ഞാൽ ടെല്ലിംഗ് സ്റ്റൈലാണ്. അതായത് ടെൽസ് എന്നുള്ളത് മാത്രമാണ്. നമ്മൾ അങ്ങോട്ട് പറയുക, അവർ കേൾക്കുക എന്നുള്ളതാണ്. നിർബന്ധമല്ല, പക്ഷേ എങ്കിൽ പോലും ഈ സ്റ്റൈലാണ് ഏറ്റവും പ്രായോഗികമാവുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമുക്കേ അറിയുള്ളൂ ഓർഗനൈസേഷൻ എവിടേക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നത് പോലെ മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന ആളുകളെ നമ്മൾ കൂടെ നിർത്തുക. അപ്പോൾ അവിടെ ഒരു ഓട്ടോക്രസി ഉണ്ട്, അത് സത്യമാണ്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ തുടങ്ങുമ്പോൾ പലപ്പോഴും ഓട്ടോക്രസി ആവശ്യം വരും. കാരണം നമ്മളുടെ വാല്യൂസും നമ്മളുടെ വിഷനും നമ്മളുടെ ആഗ്രഹങ്ങളും ഒക്കെയാണ് പലപ്പോഴും നമ്മളൊരു ഓർഗനൈസേഷനിലൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് വളരെ എത്തിക്കലാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യത്തെ ശൈലി എന്ന് പറയുന്നത് ടെല്ലിംഗ് സ്റ്റൈലാണ്. നമ്മൾ പറയുന്നു, അവർ കേൾക്കുന്നു എന്നുള്ള ശൈലിയാണ്. കേൾക്കുമ്പോൾ അത്ര സുഖം തോന്നില്ല, പക്ഷേ ഇതാണ് സത്യം. അങ്ങനെയാണെങ്കിലേ കാര്യങ്ങൾ സ്മൂത്തായി നടക്കൂ. അല്ലെങ്കിൽ അവർക്ക് പല അഭിപ്രായങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, എല്ലാം തടസ്സങ്ങളായിരിക്കും, കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങില്ല. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റൈല് ടെല്ലിംഗ് സ്റ്റൈലായിരിക്കണം. രണ്ടാമത്തെ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും കുറച്ച് ആളുകൾ കൂടിയൊക്കെ വന്നു, നമ്മൾ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെട്ടു, കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവർ നമ്മുടെ കൂടെ ഉണ്ടാവണം, നമ്മുടെ കാര്യങ്ങൾ അവർ കൂടി മനസ്സിലാക്കണം, അവർ കൂടി ഈ കാര്യങ്ങൾ നടപ്പിലാക്കണം എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ ഈ ടെൽ എന്ന് പറയുന്ന ശൈലി സെൽ എന്ന് പറയുന്ന ശൈലിയിലേക്ക് മാറ്റാം. സെൽ എന്താണ്? നമ്മൾ ഇവരോട് ഒറ്റയടിക്ക് കാര്യങ്ങൾ പറഞ്ഞങ്ങോട്ട് തീർപ്പാക്കുന്നതിന് പകരം നമ്മൾ ഇവരെ കൺവിൻസ് ചെയ്യാൻ കൂടി നമ്മൾ സെല്ല് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളുടെ ഐഡിയ, നമ്മളുടെ ഡിസിഷൻ ഇവരുടെ അടുത്ത് സെല്ല് ചെയ്യണം. ഇത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരെ കൺവിൻസ് ചെയ്ത് പിന്നെ അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാം. മറ്റേതിന് കൺവിൻസിങ് പരിപാടിയൊന്നുമില്ല, ചെയ്യുക എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തിൽ അങ്ങനെയല്ല, ഇവരൊന്ന് കൺവിൻസ് ചെയ്യുന്ന ഒരു മെക്കാനിസം കൂടി നമ്മൾ ചെയ്യും. അപ്പോൾ അവർക്ക് കൂടി ഇതിനകത്ത് താല്പര്യം ഉണ്ടാവും. നമുക്ക് കൂടി ഓക്കെ, ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾക്ക് കൂടി താല്പര്യമുണ്ട് എന്നുള്ളൊരു ഫീലിലായിരിക്കും അവർ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അടുത്തത് സജസ്റ്റ് എന്നുള്ള രീതിയിലാണ്. അതായത് നമ്മളൊരു സജഷൻ കൊടുക്കുക എന്നുള്ള രീതിയിൽ. സെല്ലിങ്ങും സജഷനും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി പാർട്ടിസിപ്പേറ്റീവായി, ഇങ്ങനെ ആയിക്കൂടെ, ഇങ്ങനെയും കൂടി ചെയ്താൽ എന്താ കുഴപ്പം അല്ലേ, ഈ ഒരു രീതിയിലും കൂടെ വർക്കൗട്ട് ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ ഓൺട്രപ്രണർ ഒരു സജഷൻ കൊടുക്കുന്ന ആളായിട്ട് മാറുകയാണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ടീം മെമ്പേഴ്സിന് പല കാര്യങ്ങളും അറിയാം, അവർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും ഒരു അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷനും ചില സജഷനും ഒക്കെ കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും, അവർക്ക് കുറച്ചുകൂടി കൺട്രോളും കിട്ടും. അടുത്തതിൽ കൺസൾട്ട്സ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസിഷൻ മാനേജർ തന്നെയായിരിക്കും കേട്ടോ. ഈ സജഷൻ ലെവലിലും കൺസൾട്ടിങ് ലെവലിലും ഒക്കെ മാനേജർ അല്ലെങ്കിൽ ഓൺട്രപ്രണർ തന്നെയാണ് ഡിസിഷൻ ബേസിക്കലി എടുക്കുന്നത്. എങ്കിൽ പോലും ഡിസിഷൻ പൂർണ്ണമായി എടുക്കുന്നതിന് മുമ്പ് ഇവരൊരു എക്സ്പെർട്ട് ടീമാണെന്നുള്ള ഫീലോടുകൂടി അവരോട് ചോദിക്കും, ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ അല്ലേ, നമ്മൾ ഇങ്ങനെയാണ് തീരുമാനം എടുത്തിരിക്കുന്നത്, ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ, നിങ്ങളെല്ലാം ഓക്കെ അല്ലേ അതിനകത്ത് എന്നുള്ള കാര്യം കൺസൾട്ട് ചെയ്യണം അവരോട്. അപ്പോൾ അവരെ കൺസൾട്ടൻസ് ആക്കി മാറ്റിയിട്ട് നമ്മൾ അവരോട് കൺസൾട്ട് ചെയ്യും. നമ്മുടെ തീരുമാനം തന്നെയാണ് കൺസൾട്ട് ചെയ്യുന്ന പോലെ. അപ്പോൾ അത് നല്ല രീതിയിൽ വാക്കുകളൊക്കെ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് വലിയ എതിർപ്പൊന്നും വരാതെ ഈ കാര്യം നടത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യം ടെല്ലിംഗ് ആണ്, പിന്നെ സെല്ലിംഗ് ആണ്, പിന്നെ സജഷനാണ്, പിന്നെ കൺസൾട്ടേഷനാണ്. അപ്പം ഈ ഒരു 4 മെത്തേഡിലൂടെ എത്തുമ്പോഴേക്കും ഈ 4ാമത്തെ സ്റ്റേജൊക്കെ കഴിയുമ്പോഴേക്കും ആക്ച്വലി നമ്മളൊരു സിങ്ക് ആയിട്ടുണ്ടാവും. അത്യാവശ്യം ഈ സെയിൽസ് ടീമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ടീമായിട്ട് ഏകദേശം ഒരു ധാരണയൊക്കെ ആയിട്ടുണ്ടാവും. അവർക്കും നമ്മളുടെ ഒരു ശൈലിയെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് കേട്ടോ. ഒറ്റയടിക്ക് അല്ലെങ്കിൽ ഓരോ ദിവസം കൊണ്ടൊന്നും ഇത് ചെയ്തെടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ വർഷങ്ങൾ കൊണ്ടായിരിക്കും ഈ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവുക. പലപ്പോഴും എനിക്ക് കണ്ടിട്ടുള്ളത് ഈ ചെറുകിട വ്യാപാരികളും ചെറുകിട വ്യവസായികളും ഒക്കെ പലപ്പോഴും ഇപ്പോഴും 1ാമത്തെയും 2ാമത്തെയും സ്റ്റേജിലൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. നിങ്ങളിൽ നിന്ന് പ്രോഗ്രസ് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ എല്ലാവരോടും നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും, എല്ലാ കാര്യത്തിലും ഡിസിഷൻ നിങ്ങൾ തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ ഇത് പ്രോഗ്രസ് ചെയ്യണം. അപ്പോൾ ഇപ്പം നമ്മൾ 4 സ്റ്റേജസിലേക്ക് പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് ജോയിൻസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ജോയിൻസ് അതായത് നമ്മളൊരു ഐഡിയ പ്രസൻറ്റ് ചെയ്യും. ഐഡിയ പ്രസൻറ്റ് ചെയ്തിട്ട് ഇവരിൽ നിന്ന് എല്ലാ തരത്തിലുള്ള അഭിപ്രായങ്ങളും നമ്മൾ എടുക്കും.
അത് വളരെ പോസിറ്റീവായിട്ട് ഓപ്പൺ ആയിട്ട് തന്നെ എടുക്കും. അപ്പം നമുക്ക് അപ്പോഴേക്കും അറിയാം നമ്മുടെ ടീം അത്യാവശ്യം ക്യാപ്പബിൾ ആണ്, അവരുടെയിലും ഐഡിയാസ് ഉണ്ടാവും എന്നുള്ളൊരു ധാരണയിലേക്കൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ടോ. അല്ലാണ്ട് വെറുതെ സമയം കളയേണ്ട കാര്യമില്ലല്ലോ. അപ്പം നമുക്കറിയാം ഇത്രയും സമയത്തിനുള്ളിൽ ടീമിൽ ക്യാപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഇവർക്ക് ചിലപ്പോൾ കുറച്ചുകൂടി മാർക്കറ്റായിട്ട് ടച്ച് ഉണ്ടാവും, എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ അവരിൽ നിന്നും നല്ല ഐഡിയ കിട്ടാൻ ചാൻസ് ഉണ്ട്. നല്ല ഐഡിയ കിട്ടുകയാണെങ്കിൽ മാത്രം എടുത്താൽ മതി, അല്ലാത്ത അവിടെ നിർത്തിക്കോളൂ, നിങ്ങളുടെ ഐഡിയ തന്നെ വെച്ചോളൂ. അപ്പം നിങ്ങളുടെ ഐഡിയേക്കാൾ നല്ല ഐഡിയ കിട്ടുകയാണെങ്കിൽ, അതിലേക്ക് വാല്യൂ അഡീഷൻ ഉള്ള ഐഡിയാസ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് കുറച്ചുകൂടി പാർട്ടിസിപ്പേറ്റീവ് ആയിട്ടുള്ളൊരു ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കും. അടുത്ത ഘട്ടമാണ് ഈ ഡെലിഗേഷൻ എന്ന് പറയുന്ന പരിപാടി. ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺട്രപ്രണർ ലിമിറ്റുകൾ സെറ്റ് ചെയ്യും, കൃത്യമായി ഡിഫൈൻ ചെയ്യും, ലിമിറ്റ് ഡിഫൈൻ ചെയ്യും. നിങ്ങൾക്ക് 10% വരെ ഡിസ്കൗണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇത്ര രൂപ വരെ നിങ്ങൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഇത്ര രൂപ വരെ ചിലവാക്കാം എന്നൊക്കെ പറഞ്ഞ് പോളിസികൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതിനകത്ത് അവർക്ക് എങ്ങനെ വേണമെങ്കിൽ ഫ്രീഡം എടുക്കാം. ഈ 10% വരെ കൊടുക്കാന്ന് പറയുമ്പോൾ അവർക്ക് 5 കൊടുക്കാം, 6 കൊടുക്കാം, 8 കൊടുക്കാം, അതൊന്നും പ്രശ്നമല്ല. അതിനകത്ത് ചോദ്യങ്ങളും ഉണ്ടാവില്ല, അത് അവരുടെ ഫ്രീഡമാണ്. അപ്പോൾ കുറച്ചുകൂടി അവർ എംപവേർഡായി. അപ്പോൾ അവർക്കും ഒരു ഓൺട്രപ്രണർഷിപ്പ് ഫീലിംഗ് ഉണ്ടായി. ഈ ഡെലിഗേഷൻ വരുമ്പോൾ ശരിക്കും അവർ എംപവേർഡ് ആവും, അവർ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. ചില ആൾക്കാർ ശരിക്കും അത് എൻജോയ് ചെയ്യും. അപ്പോൾ പക്ഷേ പോളിസീസ് സെറ്റ് ചെയ്യണം, ലിമിറ്റ്സ് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പ്രശ്നമാവും. അടുത്തത് ഫുൾ ഫ്രീഡമാണ്. ഏറ്റവും അവസാനത്തെ ഫുൾ ഫ്രീഡം കൊടുക്കുന്നു, അതായത് കംപ്ലീറ്റ് ഡെലിഗേഷനാണത്. ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ ഹാപ്പിയായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറുതെ നമ്മുടെ റിസൾട്ട്സ് മാത്രം നോക്കിയാൽ മതി. നമ്മൾ ഈ പറയുന്ന പവേഴ്സ് പോലും ഡിഫൈൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അവന് ഫുൾ പവർ കിട്ടി, ഈവൻ ചെക്ക് ഒപ്പിടാനുള്ള പവർ പോലും നമ്മൾ കൊടുത്തു. പക്ഷെ നമ്മളതിൻ്റെ കൺട്രോൾസും അപ്ഡേഷൻസും മാത്രം അറിയേണ്ട കാര്യമുള്ളൂ. ആ രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാലാണ് നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ളൊരു ഓൺട്രപ്രണർ ആവുന്നത്. അതിന് നമ്മൾ പക്കാ സിസ്റ്റംസ് സെറ്റ് ചെയ്യേണ്ടി വരും, ഏറ്റവും നല്ല ടെക്നോളജി യൂസ് ചെയ്യേണ്ടി വരും, കൃത്യമായിട്ടുള്ള റിവ്യൂ സിസ്റ്റത്തിൽ പോകേണ്ടി വരും, കൃത്യമായ പോളിസീസ് ഡിഫൈൻ ചെയ്യേണ്ടി വരും, പ്രോസസ് ഫ്ലോ പക്കയായിരിക്കേണ്ടി വരും, SOP കറക്റ്റ് ആയിരിക്കേണ്ടി വരും. അങ്ങനെ ആകുമ്പോഴാണ് ഈ ലെവലിലേക്ക് എത്തുക. ചുരുക്കി പറഞ്ഞാൽ 7 ലെവലിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ എത്തുന്നത്. നമ്മുടെ മിക്ക ഓൺട്രപ്രണേഴ്സ് ഇപ്പോഴും 1ാമത്തെ 2ാമത്തെ ലെവലിലൊക്കെ കിടന്ന് തിരിയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഈ 7ാമത്തെ ലെവലിലേക്ക് എത്തണ്ടേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതം എൻജോയ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സ്വന്തം കല്യാണത്തിന് പോലും പോകാൻ പറ്റാത്ത അവസ്ഥ വരും. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ജീവിത മുഹൂർത്തങ്ങളൊന്നും തന്നെ എൻജോയ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലാതെ നമ്മളങ്ങനെ ജീവിച്ച് മരിക്കും. അങ്ങനെ പോയിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ഉറപ്പിക്കുക, ഈ 7 സ്റ്റെപ്പുകളിലൂടെ നമ്മൾ കടന്നു പോകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും നമ്മുടെ ഓർഗനൈസേഷനകത്ത് കൊണ്ടുവരുമെന്ന് ഉറപ്പിക്കുക. ഞാൻ സ്ട്രോങ് ആയിട്ട് നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു 4ാമത്തെയോ 5ാമത്തെയോ സ്റ്റെപ്പിലേക്കെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും എത്തിക്കാൻ CBL എന്ന് പറയുന്ന നമ്മളുടെ പ്രോഗ്രാം കൊണ്ട് സാധ്യമാണ്. 9 ബാച്ചുകൾ ചെയ്തൊരു പ്രോഗ്രാമാണ്, 10ാമത്തെ ബാച്ചാണ് വരുന്നത്. മന്ത്ലി 1 lakh ഫീ വരുന്നത്. 2 ക്ലാസ്സുകളും പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സപ്പോർട്ടും വരുന്ന തരത്തിൽ ഓരോ മാസത്തിലും ആണ് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 4 മാസം കൊണ്ട് നിങ്ങളുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് പ്ലാൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, 4 ലക്ഷം ഏർലി ബേർഡ് ഓഫറാണ്, 6 lakh ആക്ച്വലി ടോട്ടലി. അപ്പോൾ ഈ 4 lakh നിങ്ങൾ ഈ ഓഗസ്റ്റ് 31 മുമ്പ് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പകുതി മതി. 2 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും, വളരെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഒബ്ജക്റ്റീവിലേക്ക് നിങ്ങൾ എത്തിക്കാനും സാധിക്കും. നമുക്ക് ഒരുപാട് ടെസ്റ്റിമോണിയൽസിന് ഇതിനുണ്ട്. കാരണം കഴിഞ്ഞ 9 ബാച്ചുകളായിട്ട് 150-ലധികം ഓൺട്രപ്രണേഴ്സ് ഇതിൻ്റെ ഭാഗമായിരുന്നു. വെറുതെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അല്ല കേട്ടോ, ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാമുകളുണ്ട്. ഇതൊരു കൺസൾട്ടിങ് പ്രോഗ്രാമാണ്, നിങ്ങളുടെ ഓർഗനൈസേഷനെ കൂടി അഡ്രസ്സ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ അതുകൊണ്ട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണക്ട് ചെയ്യാം. താങ്ക് യു.